എന്തായാലും ഉടനൊന്നും പിരിഞ്ഞു പോകാൻ സാധ്യത കാണുന്നില്ല. നിയമസഭ സമ്മേളിക്കുന്നത് കൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കം അതിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു നടപടികളിലേക്ക് പോയാൽ അവരടക്കം ഇടപെടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് നനഞ്ഞു പോകുന്നു സമരങ്ങളൊക്കെ എന്ന ആരോപണങ്ങൾ ശക്തമാകുന്നതിനിടെ ഒരു ചൂടുപിടിച്ച സമരത്തിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് KSU ഉള്ളത്. പ്രവർത്തകർ നേരത്തെ ഷഫീദ് പറഞ്ഞതുപോലെ തന്നെ പരമാവധി പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ട്. കല്ലെടുത്ത് പോലീസ് നേരെ എറിയുന്നുണ്ട്. പോലീസുകാരന് പരിക്കേറ്റിട്ടുണ്ട്. അതേപോലെ തന്നെ വാഹനത്തിന് നേരെ ജലപീരങ്കി വർഷിക്കുന്ന ഈ വരുന്ന വാഹനത്തിന് നേരെ അടക്കം ഇവർ ഇത്തരത്തിൽ കല്ലെറിഞ്ഞിട്ടുണ്ട്. അപ്പോഴും പോലീസ് ആ പ്രകോപനം ഒന്നും ഉൾക്കൊള്ളാതെ പരമാവധി സംയമനം പാലിച്ച് ജലപീരങ്കി എന്നതിന് അപ്പുറത്തേക്ക് ഒരു നടപടിയിലേക്ക് കടക്കുന്നില്ല. ആ സമയം പ്രതിഷേധക്കാർ ഈ പറയുന്ന KSU പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസ് നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യമുണ്ട്. അതിനപ്പുറത്തേക്ക് മാസങ്ങളോളമായി നമ്മൾ ഈ പറയുന്ന നിയമസഭയിൽ അടിയന്തര പ്രമേയം അടക്കം കൊണ്ടുവന്ന പോലീസ് അതിക്രമ വിഷയത്തിൽ ജനശ്രദ്ധ ആകർഷിക്കുക എന്ന ലക്ഷ്യം കൂടി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറയേണ്ടത് വടക്കാഞ്ചേരി പോലീസിന്റെ KSU SFI മാർച്ചിനിടയിൽ പിടിയിലായ KSU പ്രവർത്തകരെ ഭീകരവാദികൾ കണക്കെ മുഖംമൂടി അണിഞ്ഞ് കോടതിയിലെത്തിച്ച ദൃശ്യങ്ങൾ പോലീസ് അട്രോസിറ്റിയുടെ ഏറ്റവും ഭയാനകമായ വേർഷനായി മാറിയിരുന്നു. ഇതിനടക്കം SHOയ്ക്ക് ഷോക്കേസ് നോട്ടീസ് അടക്കം അയച്ച് നടപടികളിലേക്ക് കടന്നു. പക്ഷേ ആ നടപടി പോരാ, പിരിച്ചുവിടണമെന്ന ആവശ്യമൊക്കെ കോൺഗ്രസ് അടക്കം ശക്തമാക്കുന്നു. ഒപ്പം യൂത്ത് കോൺഗ്രസ് നേതാവിന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലുണ്ടായ അതിക്രമം, അങ്ങനെ പോലീസ് അതിക്രമങ്ങളുടെ ഒരു നീണ്ട പട്ടിക അവിടെ നിൽക്കുമ്പോൾ അടിയന്തര പ്രമേയത്തിനടക്കം വലിയ ചർച്ച നടന്ന വിഷയത്തിൽ നിയമസഭ സമ്മേളിക്കുമ്പോൾ തന്നെ ആ രൂക്ഷത, ആ രോഷം അത് പരമാവധി പ്രകടിപ്പിക്കുക KSU പ്രവർത്തകർ പോലീസിന് നേരെ മുദ്രാവാക്യം വിളിക്കുന്നു, ബാരിക്കേഡുകൾ ചാടിക്കടക്കാൻ ശ്രമിക്കുന്നു, കല്ലുകൾ വലിച്ചെറിയുന്നു. പ്രത്യേകിച്ച് നിയമസഭാ മന്ദിരത്തിന് മുന്നിലുള്ള സമരമായതുകൊണ്ട് തന്നെ അവിടെ അവരുടെ നേതാക്കളടക്കം ഉള്ളിൽ അടിയന്തര പ്രമേയ ചർച്ചയിൽ സജീവമായി ഇരിക്കെ തന്നെ ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. പോലീസ് നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഷഫീദ്, നിലവിൽ പ്രവർത്തകർ അവിടെ കിടന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. കല്ലേറടക്കമുള്ള അത്തരത്തിലുള്ള പ്രകോപനങ്ങൾ അവർ വിട്ടുനിൽക്കുകയാണോ? ഏകദേശം ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ വീക്ഷിക്കാവോ? സുഹൈൽ, ഒരു സമാധാന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ തുടർച്ചയായി 15-ലധികം തവണ ജലപീരങ്കി പ്രയോഗം നടത്തി, എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. മാത്രവുമല്ല, ഈ പ്രവർത്തകരാകട്ടെ ഈ വിഷയത്തിൽ ഇപ്പോൾ നടത്തുന്നത് ഈ ബാരിക്കേഡിന് മുൻപിൽ അവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ജലപീരങ്കി പ്രയോഗത്തിൽ പരിക്കേറ്റ പ്രവർത്തകരെ കൊണ്ട് പ്രതിഷേധിക്കുകയും ചെയ്യുന്നതാണ് നമുക്കിവിടെ നിയമസഭയ്ക്ക് മുൻപിൽ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന കാര്യം. മാത്രവുമല്ല, കൂടുതൽ പ്രൊവോക്കേഷനിലേക്ക് കാര്യങ്ങൾ പോയാൽ വീണ്ടും അത് വലിയ സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. മാത്രവുമല്ല, പോലീസിന് കർശന നിർദ്ദേശം ഈ വിഷയത്തിലുണ്ട്. പോലീസിന് കിട്ടിയ നിർദ്ദേശം ഏതെങ്കിലും തരത്തിൽ പ്രൊവോക്കേഷൻ ഉണ്ടായാലും പരമാവധി സംയമനം പാലിക്കണം എന്നുള്ളതാണ്. അതായത് ഒരു അറ്റാക്കിംഗ് മോഡിലേക്ക് പോകാതെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധം നടത്തരുത് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ഇപ്പോൾ വീണ്ടും ജലപീരങ്കി പ്രയോഗത്തിനുള്ള സൈറൺ മുഴങ്ങിയിരിക്കുന്നു. നിയമസഭയിലേക്കുള്ള KSU മാർച്ചിൽ 16-ാം തവണ ജലപീരങ്കി പ്രയോഗം നടത്തുന്നുണ്ട്. ആ ജലപീരങ്കി പ്രയോഗം അത് പുതിയ വാഹനം, അതായത് ഒരു വാഹനം പൂർണ്ണമായും മാറ്റേണ്ടി വന്നു, ഒരു വരുൺ വാഹനം. അതിനുശേഷം രണ്ടാമത്തെ വാഹനം കൊണ്ടുവന്ന് ജലപീരങ്കി പ്രയോഗം നടത്തുന്നുണ്ട്. പിരിഞ്ഞു പോകാതെ സമരവുമായി മുന്നോട്ട് പോകുന്ന KSU പ്രവർത്തകർ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിനിടയിൽ ഈ പോലീസിന് നേരെ വ്യാപകമായിട്ടുള്ള കല്ലേറും അത് ഇതിനുണ്ടായി. വരുൺ വാഹനം ആക്രമിക്കാനുള്ള ശ്രമമുണ്ടായി. വലിയ കല്ലുകൾ അത് വലിച്ചെറിഞ്ഞ് വരുൺ വാഹനത്തിന്റെ ചില്ലുകൾ തകർക്കാനുള്ള ശ്രമമുണ്ടായി. അങ്ങനെ KSU പ്രവർത്തകർ ഏതെങ്കിലും തരത്തിൽ പിരിഞ്ഞു പോകുന്നില്ല. അവരവരുടെ സമരം അതുമായി നിയമസഭയ്ക്ക് മുൻപിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. വീണ്ടും പോലീസിന് നേരെ തുടരെ വ്യാപകമായിട്ടുള്ള കല്ലേറുണ്ടാകുന്നുണ്ട്. അകത്ത് നിയമസഭ സമ്മേളിക്കുകയാണ്. വലിയ വിഷയങ്ങൾ കഴിഞ്ഞ ദിവസം ഈ പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട നിയമസഭയിലേക്ക് പ്രതിപക്ഷം കൊണ്ടുവന്നതാണ്. ഇപ്പോൾ തെരുവിൽ നടത്തുന്ന ഈ സമരത്തിനപ്പുറത്തേക്ക് നിയമസഭയിൽ ഏതെങ്കിലും തരത്തിലൊരു മെറിറ്റിലേക്ക്, ഏതെങ്കിലും തരത്തിലൊരു മേൽക്കൈയിലേക്ക് പ്രതിപക്ഷത്തിന് കടക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ അതല്ല. അടിയന്തര പ്രമേയം അത് ചർച്ചയായി തന്നെ സർക്കാർ നേരിട്ടു. മാത്രമല്ല, മുൻപ് നടന്നിട്ടുള്ള പോലീസ് അതിക്രമ സംഭവങ്ങൾ അത് ഓർമ്മിപ്പിക്കുന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രിയും സഭയിൽ സംസാരിച്ച ഭരണകക്ഷി അംഗങ്ങളും പോയി എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രവുമല്ല, പൂർണ്ണ അർത്ഥത്തിൽ അതിന് ആരാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ 50-50 എന്ന നിലയിലേക്ക് പോകും. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അവർക്ക് വീണ് കിട്ടിയ ഏറ്റവും വലിയ ആയുധമായിരുന്നു പോലീസ് അതിക്രമ സംഭവങ്ങൾ. എന്നാൽ ആ പോലീസ് അതിക്രമത്തെ വേണ്ട വിധത്തിൽ നിയമസഭയ്ക്കകത്ത് അടിയന്തര പ്രമേയ ചർച്ചയിൽ അവർക്ക് അനുകൂലമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ ഇതിനോടകം തന്നെ ഉയർന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് പരസ്യമായിട്ടുള്ള പ്രതിഷേധം, അതല്ലെങ്കിൽ നിയമസഭയിലേക്ക് തന്നെ ഒരു പ്രത്യക്ഷ പ്രതിഷേധം KSU നടത്തുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവം മാത്രവുമല്ല, തുടർച്ചയായി സംസ്ഥാനത്തുണ്ടായിട്ടുള്ള പോലീസ് അതിക്രമ സംഭവങ്ങൾ അത് തെരുവിൽ ഉയർത്തിക്കാട്ടുകയാണ് ഇപ്പോൾ KSUവും യൂത്ത് കോൺഗ്രസും തീരുമാനിച്ചിട്ടുള്ളത്. ഒരുപക്ഷേ അവരുടെ അടുത്ത ഘട്ട പൊളിറ്റിക്കൽ ക്യാമ്പയിനായി കൂടി ഇതിനെ അവർ മാറ്റിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ തെരുവിലടക്കം ഈ വിഷയം, പോലീസ് അതിക്രമം വിഷയം ഉയർത്തി മുഖ്യമന്ത്രിയെ, ആഭ്യന്തര വകുപ്പിനെ പരസ്യമായി വിചാരണ നടത്തുക എന്നുള്ളൊരു ഐഡിയ, ഒരു രാഷ്ട്രീയ ക്യാമ്പയിൻ കൂടി ഇതുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ട്. നിയമസഭയിൽ കുറച്ച് പതറിയെങ്കിലും നിയമസഭയ്ക്ക് പുറത്ത് KSU മാർച്ചിൽ ശക്തമായിട്ടുള്ള ഒരു കാര്യം അവർ ഉയർത്തുന്നുണ്ട്. പക്ഷേ അത് ചില സമയത്ത് അത് പോലീസിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ഒരു അക്രമത്തിന്റെ വഴിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതും നമ്മൾ നിയമസഭാ സമരത്തിൽ കണ്ടതാണ്. പോലീസിന് നേരെ വ്യാപകമായി കല്ലുകൾ വലിച്ചെറിഞ്ഞു. ഏതാണ്ട് 40-ലധികം തവണ പോലീസിന് നേരെ കല്ലെറിഞ്ഞു.
പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. വനിതാ KSU പ്രവർത്തകരടക്കം ഈ സമരത്തിൽ പങ്കെടുത്തിരുന്നു. KSUവിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ, ജില്ലാ അധ്യക്ഷൻ ഗോപു നെയ്യർ അടക്കമുള്ള ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കുകയും നമ്മൾ കണ്ടു. ഇപ്പോൾ വനിതാ പ്രവർത്തകർ അവർ കൂടി ഈ ക്യാമറ ഇങ്ങോട്ടേക്ക് തിരിച്ചാൽ വനിതാ പ്രവർത്തകർ കൂടി മറുഭാഗത്തെ ബാരിക്കേഡ് വഴി പുറത്തേക്ക് കടക്കാനുള്ളൊരു ഈ നിയമസഭാ റോഡിലേക്ക് കടക്കാനുള്ളൊരു ശ്രമം, ഒരു നീക്കം അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഏതാണ് ആ രീതിയിലേക്ക് ഇപ്പോൾ പ്രിയങ്ക, KSUവിന്റെ പ്രധാനപ്പെട്ട വനിതാ നേതാവാണ് പ്രിയങ്ക പോലീസിനോട് തട്ടിക്കയറുന്നതും ആ ബാരിക്കേഡിനിടയിൽ കൂടി അകത്തേക്ക് പോകാൻ ശ്രമിക്കുന്നതടക്കം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ അവരെ തടയാൻ ഗാർഡ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ശ്രമം തടയാനുള്ള നീക്കം നടത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വീണ്ടും ജലപീരങ്കി പ്രയോഗം ഉണ്ടാകും. ഇപ്പോൾ KSUവിന്റെ വനിതാ നേതാക്കൾ, പ്രിയങ്ക അടക്കമുള്ള വനിതാ നേതാക്കളാണ് ബാരിക്കേഡിന് മുകളിൽ കൂടി കയറാനുള്ള ശ്രമം നടത്തുന്നത്. അതിനെ പ്രതിരോധിക്കാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആ ഭാഗത്ത്, അതായത് മറുവശത്ത് ജലപീരങ്കി പ്രയോഗം നടത്തുന്നുണ്ട്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഈ പ്രിയങ്ക അടക്കമുള്ളവരുടെ നേതാക്കളെ തടയാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട്. അങ്ങനെ സംഘർഷഭരിതമാണ് കഴിഞ്ഞ 1 മണിക്കൂറിലധികം നിയമസഭയുടെ മുൻവശം. നിയമസഭയുടെ അകത്ത് ചർച്ചകൾ നടക്കുമ്പോൾ, നിയമസഭയുടെ അകത്ത് മറ്റൊരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ പുറത്ത് സംസ്ഥാനത്തെ പോലീസ് അതിക്രമം ഉയർത്തിക്കാട്ടിക്കൊണ്ട് KSU നിയമസഭാ റോഡിന് മുൻപിലെ ബാരിക്കേഡിന് മുൻപിൽ അവരുടെ ശക്തി പ്രകടനം അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധ പ്രകടനം അത് നടത്തുകയാണ്. പിരിഞ്ഞു പോകുന്നില്ല. പലതവണ 16ലധികം തവണ KSU പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ ജലപീരങ്കി പ്രയോഗമുണ്ടായി. പക്ഷേ പോലീസിന് നേരെ പ്രകോപനമുണ്ടായി. ഇത്രയും പ്രകോപനമുണ്ടായി പോലീസ് ഇങ്ങനെ നിൽക്കുന്നത് ഒരു പക്ഷേ കഴിഞ്ഞ മാസങ്ങളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നിലവിലിപ്പോൾ ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത് തന്നെ പോലീസ് അതിക്രമങ്ങൾ പ്രതിഷേധിച്ചാണ്. ഏതെങ്കിലും തരത്തിൽ അവിടെ ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാവുകയും കാര്യങ്ങൾ കൈവിട്ടു പോവുകയും ചെയ്താൽ വീണ്ടും നിയമസഭ നടക്കുന്ന ഒരു സമയത്ത് അത് പോലീസിനെ രാഷ്ട്രീയ ആയുധമാക്കി, സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കി അതിനെ ഉയർത്തും, സഭയ്ക്കകത്ത് അത് ക്യാമ്പയിനാക്കും എന്നുള്ളത് സർക്കാരിന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് അതൊരു രാഷ്ട്രീയ തീരുമാനം എന്ന നിലയിൽ പോലീസിനോട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം മാർച്ചിൽ മുൻപിൽ നിന്ന് കമാൻഡ് ചെയ്താൽ മതി, അത് നിർദ്ദേശിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പോയതനുസരിച്ചുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നത്. 1 മണിക്കൂറിലധികം സമയമെടുക്കുന്നു. 1 മണിക്കൂറിലധികം സമയമായി നിയമസഭയ്ക്ക് മുൻപിൽ കാര്യമായിട്ടുള്ള പ്രതിഷേധം KSU ഉയർത്തുന്നുണ്ട്. K മുരളീധരനായിരുന്നു ഈ മാർച്ചിനെ അഭിവാദ്യം ചെയ്ത് ഉദ്ഘാടനം ചെയ്ത്. വീണ്ടും തുടർച്ചയായിട്ടുള്ള ജലപീരങ്കി പ്രയോഗങ്ങൾ അത് നിയമസഭയ്ക്ക് മുൻപിൽ നടക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കൂടുതൽ ഒരു മതിൽ ചാടി ഒരു പ്രവർത്തകൻ പോകാനുള്ള നീക്കം നടത്തി. പക്ഷേ അതിനെ പോലീസ് പ്രതിരോധിച്ചു. വീണ്ടും കല്ലേറുണ്ടാകുന്നു പോലീസിന് നേരെ. തുടർച്ചയായി കല്ലേറും മറ്റു കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പോലീസ് മറ്റൊരു കൂടുതൽ നടപടികളിലേക്ക്, അതീവൻ ടിയർ ഗ്യാസായി പോലും പോലീസ് പോകുന്നില്ല. ഇപ്പോൾ ഈ വനിതാ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നുണ്ട്. ബാരിക്കേഡിന് അപ്പുറവും ഇപ്പുറവും നിന്ന് ആ രീതിയിൽ മണിക്കൂറുകൾ നീണ്ട സമരമായി ഇത് മാറുന്നുമുണ്ട്. 16ഓളം തവണ പോലീസിന് നേരെ വീണ്ടും കല്ലേറുണ്ടാകുന്നുണ്ട്. 16ഓളം തവണ ഈ പ്രൊവോക്കേഷൻ നടത്തുന്ന, അവരെ പോലീസിനെ പ്രൊവോക്ക് ചെയ്യുന്ന ചില നീക്കങ്ങൾ കാണാം. ഈ വനിതാ KSU പ്രവർത്തകരുടെ ഗാർഡൊക്കെ തകർത്തുകൊണ്ട് പ്രൊവോക്ക് ചെയ്യുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.